ഞങ്ങള് ഒരു വർഷം കൊണ്ട് കാത്തിരുന്ന ഒരു പാഴ്സൽ ഇതാ വന്നിട്ടുണ്ട്. ഇതെന്താ, ഇത് ഇപ്പൊ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇതെന്താന്ന് വെച്ചാല് കട്ടിലാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ വഴി 2 കട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വർഷം കൊണ്ട് നോക്കി ഇരുന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ 2 കട്ടിൽ ഓർഡർ ചെയ്തു. ഇപ്പൊ ഓർഡർ ചെയ്തത് നമ്മൾ അവിടെ നിന്നപ്പോ ഓർഡർ ചെയ്തതാ. എന്നിട്ട് ഇപ്പൊ ഇന്ന് എത്ര ഡേറ്റ്? 27ഓ? ഇന്ന് 26. ഇന്നാണ് വന്നത്. അപ്പൊ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോഴത്തേനും നമ്മള് ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കട്ടിലെത്തി. പക്ഷെ ഇൻസ്റ്റലേഷന്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ചെയ്യാൻ ആൾ വരും എന്നുള്ളത് അതിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു അത് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും എന്ന്. ഇതേപോലെ ഒരു കട്ടിൽ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ അത് നമുക്ക് ഫിറ്റ് ചെയ്ത് തരാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പം അതിനകത്ത് ഓൾറെഡി അത് ഉണ്ടായിരുന്ന ആൾ വരും എന്നുള്ളത്. പക്ഷെ ഇതിലത് കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് തടിയൊക്കെ വാങ്ങിച്ച് പണിക്കൂലിയൊക്കെ കൊടുത്ത് പണിയിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് പിന്നെ സമയവും ഇല്ല. അതും ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് നോക്കാം. ഇത് എത്ര പേര് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി സാധനം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം എന്തായാലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ബോക്സസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കാക്കത്തീറ്റൊക്കെ കിടക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു, ഇതിപ്പം കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് നാട്ടില്. 2-3 ദിവസം അവിടെ കിടന്ന മഴ നനഞ്ഞെന്നാണ് കേട്ടോ തോന്നുന്നത്. 20-ാം തീയതി കുണ്ട്ര വന്ന സാധനമാണ്. നമുക്കിന്ന് 6ാമത്തെ ദിവസമാണ് ഇവിടെ നാട്ടിൽ എത്തുന്നത്. 26ആയി. 6 ദിവസം അവിടെ കിടന്നത് മഴ നനഞ്ഞെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ഇതാണ് ഉണ്ടല്ലേ, ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ബോക്സ് ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇതെന്താ, പൊട്ടിയിരിക്കുകയാണെല്ലാം. ഇതെന്താ, മഴ നനഞ്ഞ് പൊട്ടിയ പോലെയാണ് ബോക്സ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്നറിയാമോ? 2 കട്ടിലും കൂടി 425 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. അവര് ഓൾറെഡി 2 പേര് വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ശ്രീചേട്ടനും മോനും എല്ലാവരും കൂടി പിടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നല്ല വെയിറ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അവർ കൊണ്ടുവന്നതൊക്കെ. അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഈ വരുന്ന വണ്ടിയിലാണ് കേട്ടോ നമ്മുടെ 2 കട്ടിലും കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കട്ടിൽ കൊണ്ടുവന്നപ്പോൾ വണ്ടി അവിടെ തിരിഞ്ഞു കയറാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡിൽ നിർത്തിയിട്ടിട്ട് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ചുമന്ന് കയറ്റാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വരുന്ന വണ്ടിയിൽ 2 പേരുണ്ടായിരിക്കും. പക്ഷെ അവരെ 2 പേരെയും കൊണ്ടും കൂട്ടിയാൽ കൂടില്ല കേട്ടോ. അത്രയ്ക്ക് വെയിറ്റ് ആണ് കേട്ടോ സാധനത്തിന്. അവിടെയാണ് നമുക്ക് 8ന്റെ പണി കിട്ടിയത്. പിന്നെ ഇവിടെ ശ്രീചേട്ടനും മോനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പം ആണുങ്ങളില്ലാത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും 2 പേരെ നമ്മൾ നിർത്തേണ്ടി വരും കേട്ടോ. ഇല്ലാണ്ട് അത് ചുമന്നിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വരുന്ന ആൾക്കാരെയും കൊണ്ട് അത് നടക്കില്ല കേട്ടോ, വെയിറ്റ് കാരണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ 2 കട്ടിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്നെ പോലെ പുതിയ വീട് വെച്ചിട്ട് ഫർണിച്ചറൊക്കെ വാങ്ങിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിലോ, ഇനിയിപ്പം പുതിയ കട്ടിൽ വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലോ, ഇനിയിപ്പോൾ ഇതൊന്നുമല്ല നമ്മളെ പോലെ ക്വാർട്ടേഴ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ശ്രീചേട്ടൻ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം പറയാറുണ്ട്, വീഡിയോയ്ക്കൊന്നും ക്യൂരിയോസിറ്റി ഇല്ലാത്രേ. ബാക്കി യൂട്യൂബിൽ കാണുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ആൾക്കാരിങ്ങനെ കാണാനുള്ള ഒരു ആകാംക്ഷ വരും അത്രേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കങ്ങനെ ക്യൂരിയോസിറ്റിയിലൊന്നും വീഡിയോ ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് പോകാൻ, ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷെ എന്നാലും എനിക്കങ്ങനെ ക്യൂരിയോസിറ്റിയിലൊന്നും വീഡിയോ ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ പറയൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ ആണല്ലോ നമ്മുടെ ഒരു കുഞ്ഞ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വർഷം കൊണ്ട് നമ്മളിതിൻ്റെ റേറ്റിങ്ങും ഇതിൻ്റെ റിവ്യൂസും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാരൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വാങ്ങിയ ആൾക്കാരുടെയൊക്കെ റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ അടിപൊളിയാണെന്നാണ് കേട്ടോ. അങ്ങനെയാണ് ഫൈനലി നമ്മളും തീരുമാനിച്ചത് വാങ്ങി നോക്കാം എന്നുള്ളത്. അപ്പം എന്താ പറയുന്നത്, അപ്പം ആരെങ്കിലുമൊക്കെ വാങ്ങി നോക്കുമ്പോഴാണല്ലോ സംഭവം കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചു നോക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സാധനം ഫൈനലി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ.
അപ്പം ബാക്കിയുള്ളത് നമുക്കിനി കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്ക് പൊട്ടിച്ചിട്ട് ഒന്ന് നോക്കിയാലോ. അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിലൊരു ബോക്സ് എടുത്തിട്ട് പൊട്ടിച്ചു നോക്കി കേട്ടോ. അപ്പം വെളിയിലത്തെ കാർഡ്ബോർഡൊക്കെ മഴ പെയ്ത് നനഞ്ഞിട്ടുണ്ടെങ്കിലും അകത്ത് നല്ല രീതിക്ക് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറിയിട്ടില്ല. അതിനൊക്കെ രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഗണപതി ആർട്സിന്റെ ശീശം വുഡാണ് കേട്ടോ. അപ്പോൾ ദേ ഇതെന്ന് പറയുന്നത് ഈ കട്ടിലിന്റെ ബേസ് ആണ്. ബേസ് വന്നിട്ട് MDF ആണ് കേട്ടോ. അപ്പം ബാക്കിയൊക്കെ ശീശം വുഡാണ്. ശീശം വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈട്ടിത്തടി. അത്യാവശ്യം അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റ് ഒക്കെ ഉള്ളത്. അപ്പം വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുമല്ലോ. അപ്പം അവർ ഈട്ടിത്തടിയാണോ എന്തോ പറയുന്നത്. പിന്നെ അതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അതിൻ്റെ. ഞങ്ങൾ അതിൻ്റെ ഒരു സൈഡ് കുറച്ചൊന്ന് ചുരണ്ടി നോക്കിയിട്ടോ. അപ്പോൾ അത് ഈട്ടിത്തടിയാണോ ഇനി അതിനകത്ത് വെള്ളയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനകത്ത് അങ്ങനെ വെള്ളയൊന്നും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ രണ്ടാമത്തെ ബോക്സ് പൊട്ടിച്ചപ്പോൾ അത് ആ കട്ടിലിൻ്റെ ബാലൻസ് പീസ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്നു. അങ്ങനെ ഇപ്പുറത്തെ കട്ടിൽ സെറ്റ് ചെയ്യാനായിട്ടോ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ നമുക്ക് മാനുവലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യുക. അപ്പം ഇതിങ്ങനെ പീസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അതങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമ്മളതിങ്ങനെ നട്ടും പൊട്ടിട്ട് മുറുക്കി കഴിഞ്ഞാൽ സംഭവം അങ്ങ് റെഡിയാവും. അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ക്യൂൻ സൈസ് ബെഡാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നട്ടും പൊട്ടിട്ട് മുറുക്കുക. അങ്ങനെ അതാ കട്ടിലിന്റെ 4 പീസ് നമ്മൾ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി ഇതിനകമാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. ഇതുണ്ട് നമ്മൾ ഈ കട്ടില് ഹൈഡ്രോളിക് ആണ് കേട്ടോ. അതായത് ഹൈഡ്രോളിക് ആണ് ഇത് വാങ്ങിയത്. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതുണ്ട് കേട്ടോ അതിനകത്ത്. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പിയൊക്കെ ഉള്ളത്. അപ്പം ആദ്യമേ അതിനടിക്ക് ഒരു MDFന്റെ ബേസ് ഉണ്ട്. അതിൻ്റെ മേലിലാണ് കേട്ടോ കമ്പി ഉള്ളത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ഇത് കോട്ടേജിലൊക്കെ ജീവിക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് 32,499 രൂപയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മേളിലത്തെ ഇത് ഫ്ലൈവുഡ് ആണ് കേട്ടോ. ഫൈനലി നമ്മുടെ ഹൈഡ്രോളിക് കട്ടിൽ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഹൈഡ്രോളിക് ഇല്ലേ ഭയങ്കര പവറാണ് കേട്ടോ. ഇത് കണ്ടോ അമ്മേ. നന്നായിട്ട് 2 പേര് പിടിച്ച് പ്രസ് ചെയ്താലേ അത് അമങ്ങിയിരിക്കത്തുള്ളൂ കേട്ടോ. ഭയങ്കര ഹൈ പവറാണ് അതിന്. അപ്പോൾ ഓൾറെഡി നമ്മൾ മെത്തയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. മെത്ത മരണം വന്നില്ല. തിരിച്ചാ ഇങ്ങനെ ഏതാ ഫൈനലി നമ്മുടെ ഓൺലൈൻ കട്ടില് റെഡി ആയിട്ടുണ്ട്. കട്ടില് കൊള്ളാം, സൂപ്പറാണ്. ചില ഫോൾട്ട് ഉണ്ട് കേട്ടോ. ചില സ്ക്രൂ നമുക്ക് അവർ തന്നിട്ടില്ല. ചില സ്ക്രൂസ് നമുക്ക് കിട്ടാനുണ്ട്. ആ സ്ക്രൂ ഇനി വാങ്ങിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി സംഭവങ്ങളൊക്കെ ഓക്കെ ആണ്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഫൈനലി. അപ്പം നമ്മുടെ ഒരു കട്ടിൽ ശരിയായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ റൂമിലേക്ക് ഒരു കട്ടിലും കൂടി ഉണ്ട്. അത് ഇന്നിനും വയ്യ. ശ്രീചേട്ടൻ ക്ഷീണിച്ച് ഒരു കട്ടിൽ ശരിയാക്കി. അപ്പം ഞാൻ അടുത്ത കട്ടിൽ നാളെ. സത്യം പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഡൽഹിക്ക് വന്നതിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. ഇപ്പം അതിനുള്ള ഒരു ടൈം വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ അവിടെ കമ്പ്യൂട്ടറിലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പം ഇതാണ് ഫൈനലി ലുക്ക്. ഒരു കട്ടിൽ ഫിറ്റ് ചെയ്ത് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നേ ദിവസം വൈകുന്നേരത്ത് തന്നെ കടയിൽ പോയിട്ട് ബാക്കി സ്ക്രൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ. ഇതിപ്പം അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഫിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവർ സ്ക്രൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പം 4 സ്ക്രൂ ഒക്കെ വേണ്ടടുത്ത് 2 സ്ക്രൂ 3 സ്ക്രൂ ഒക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു എപ്പോക്സിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ കമ്പിക്കകത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നോർമൽ കമ്പിയായ കാരണം തുരുമ്പിക്കുമോ എന്നൊരു പേടി. അപ്പം അതിനകത്ത് എപ്പോക്സി അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പിക്കില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിട്ട് വന്നത്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഒരു കട്ടിലും
കൂടി ഫിറ്റ് ചെയ്യാനുണ്ടല്ലോ, അത് ഫിറ്റ് ചെയ്യണം കേട്ടോ രാവിലെ. അപ്പോൾ 2 കട്ടിലും 2 ടൈപ്പാണ്, 2 വുഡ് സെയിം ആണ്, 2ഉം ക്യൂൻ സൈസ് ആണ്. പക്ഷെ സ്റ്റോറേജ് സ്പേസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വേറെ വേറെയാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഹെഡ് ബോർഡും 4 ഡ്രോയറും ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ ഇതിനുള്ളത്. അപ്പം മറ്റേതിനേക്കാളും വിലയിലൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 33,499 രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത്. മറ്റേതിനേക്കാളും കുറച്ചും കൂടി വിലയുണ്ട് ഇതിന്. അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു 2 പീസ് വന്നിട്ട് നമുക്ക് ഡാമേജ് പീസാണ് കിട്ടിയത്. അത് ആക്ച്വലി നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റിട്ടേൺ പോയി. പിന്നെ ഒരു കട്ടിൽ വരുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അത് കാരണം നമ്മളത് റിട്ടേൺ ചെയ്തില്ല, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാമായിരുന്നു. ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, ഇത് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്ന സമയത്ത് ഇവരെടുത്ത് താഴേക്ക് ഇടുമല്ലോ. അപ്പോൾ ഒന്നാമത് ഇത് നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ആ വീല് വന്ന് താഴെ അടിച്ചിട്ട് എൻ്റെ സൈഡ് പൊട്ടിയതാണ് കേട്ടോ. പക്ഷെ നമ്മളത് റിട്ടേൺ ചെയ്തില്ല. ശ്രേയിച്ചാൻ എന്തൊക്കെയോ ഐഡിയ വെച്ചിട്ട് അത് ശരിയാക്കിയിട്ടാണ് കേട്ടോ പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതും മറ്റേ കട്ടിലിൻ്റെ കൂട്ട് തന്നെ ഇതേപോലെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ അവിടെ വന്നിട്ട് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെട്ടും പോയിട്ടിട്ട് മുറുക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല റെഡിയായി കിട്ടും കേട്ടോ. സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ആണ്. ഈ കട്ടിലിന് ഈ ഒരു സൈഡിൽ 2 ഡ്രോയറും അപ്പുറത്തെ സൈഡിൽ 2 ഡ്രോയറും, അങ്ങനെ 4 ഡ്രോയറാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. അപ്പോൾ കട്ടിൽ 2ഉം നല്ല അടിപൊളിയാണ് കേട്ടോ. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഫാൾട്ടായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. ആകെ 1-2 സ്ക്രൂവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ വാങ്ങി ഇട്ടപ്പോൾ അതങ്ങ് ശരിയായ കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഇനി ആരെങ്കിലും ഫർണിച്ചർ ഇതുവരെ ഓൺലൈൻ വല്ലതും വാങ്ങിയിട്ടുണ്ടോ, അപ്പം അത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പം അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ കാണുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ കട്ടിലിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.